പ്രണാമം പിതാവേ. പിതാവേ, അങ്ങ് പിതാവ് എപ്പോൾ വന്നു? ഇതാ ഇപ്പോൾ. പക്ഷേ നിങ്ങൾ രണ്ടുപേർക്കും ഇതിലെന്താണ് ഇത്ര ആശ്ചര്യം? ആശ്ചര്യപ്പെടേണ്ടത് ഞാനാണ്. കാരണം പിതാവായ ഞാൻ രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നു, നിങ്ങൾ രണ്ടും ഇവിടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. ശിവഭക്തി കഷ്ടമല്ല, സുഖമാണ് പിതാവേ. മകനെ, എനിക്ക് എൻ്റെ പ്രായത്തിന് ഭക്തി സുഖമായിരിക്കും. പക്ഷേ ഈ യുവത്വകാലം രാജസുഖം അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ശിവഭക്തിയിൽ മുഴുകിപ്പോയി. ഇതെങ്ങനെ സുഖമാകും മക്കളെ? ശിവഭക്തിയുടെ സുഖമെന്തെന്ന് വാക്കുകൾ കൊണ്ട് സ്പഷ്ടമാക്കാനാവില്ല പിതാവേ. പക്ഷേ മനസ്സിനും ആത്മാവിനും ആനന്ദം പ്രിയമല്ലേ? എനിക്ക് നിങ്ങൾ രണ്ടും പ്രിയരാണ്. എൻ്റെ പ്രജകൾ പ്രിയരാണ്. എനിക്ക് നിങ്ങൾ രണ്ടും എത്രമാത്രം പ്രിയരാണോ അതുപോലെ പ്രജകൾക്ക് നിങ്ങൾ അവർക്കും പ്രിയരാകണം. മകനെ നാരായണ, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എനിക്കിനി വിശ്രമിക്കണമെന്നാണ്. ഇത്രയും നീണ്ടകാലം ഞാൻ രാജ്യം ഭരിച്ചു, എൻ്റെ പ്രജകളെ സേവിക്കുകയും ചെയ്തു. ഇനി ആ കാര്യം നീ ചെയ്യണം. ഒപ്പം ശിവഭക്തി ഞാൻ തുടരാം. ഞാൻ രാജ്യാധികാരിയോ? ഇല്ല പിതാവേ, ഒരിക്കലുമില്ല. ഞാൻ രാജ്യാധികാരത്തിന് യോഗ്യനല്ല. ഈ കാര്യം അങ്ങ് നരനെ ഏൽപ്പിക്കുന്നതായിരിക്കും ഉത്തമം. എന്താണ് ഈ പറയുന്നത് സഹോദര? അങ്ങ് രാജ്യഭരണത്തിന് അയോഗ്യനെങ്കിൽ അങ്ങയുടെ അനുജൻ എങ്ങനെ യോഗ്യനാകും? പിതാവേ, ഭ്രാതാവ് നാരായണൻ രാജ്യപരിപാലനത്തിനായി പൂർണ്ണമായും സമർത്ഥനാണ്. അനുജ, എന്നെ ശിവഭക്തിയിൽ നിന്ന് വിരമിപ്പിച്ച് എന്തിനാണ് പാപഭാരമേൽക്കുന്നത്? പുത്രന്മാരെ, നിങ്ങൾ സ്വയം തർക്കിക്കാൻ തുടങ്ങിയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചതേയില്ല. പിതാവേ, അങ്ങ് പറഞ്ഞത് ഭ്രാതാവ് നാരായണനോടാണ്. അഗ്രജൻ എന്ന നിലയ്ക്ക് രാജസിംഹാസനത്തിന് ഉത്തരാധികാരി അദ്ദേഹമാണ്. പക്ഷേ ശിവഭക്തി കാരണം അദ്ദേഹം എന്നെ രാജസിംഹാസനത്തിന്റെ മോഹത്തിലും മായയിലും കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പാരമ്പര്യ രീതി സ്പഷ്ടമാക്കി. ഞാൻ തർക്കിച്ചതല്ല. നര, നീ നിന്റെ അതിരുകൾക്ക് പുറത്തു കിടക്കരുത്. നീ എനിക്കും പിതാവിനും പാരമ്പര്യ രീതിയും നീതിയും ഉപദേശിക്കുന്നോ? എന്താ, പിതാവിനും എനിക്കും സത്യമറിയില്ലേ? അദ്ദേഹം വിശ്രമം ആഗ്രഹിക്കുന്നു, ഞാൻ ശിവഭക്തിയും. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് നീ രാജ്യാധികാരം ഏറ്റെടുക്കണമെന്ന്. ഇത് എന്റെയും പിതാവിന്റെയും ആജ്ഞയാണ്. അല്ല, ഇത് അദ്ദേഹത്തിന്റെ ആജ്ഞയല്ല, അങ്ങയുടെ ഇച്ഛയാണ്. അങ്ങ് ശിവഭക്തി കാരണം രാജ്യസിംഹാസനം ത്യജിച്ചുകൊള്ളുക. പക്ഷെ എന്നെ ശിവഭക്തിയിൽ വിമുഖനാക്കി അങ്ങ് എന്താണ് നേടുക? യുവരാജ നാരായണ, അങ്ങ് ദൂരവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കണം. അതിലാണ് രാജ്യത്തിന്റെയും പ്രജകളുടെയും ശ്രേയസ്. അങ്ങ് രാജ്യഭരണം ഏറ്റെടുത്തേ മതിയാകൂ. ഇപ്പോൾ അത് വേണം യുവരാജാവേ. ഇല്ല, ശിവഭക്തിയില്ലാത്ത എന്റെ ജീവിതം അപൂർണമായിരിക്കും. എനിക്കതാവില്ല. മകനെ നാരായണന് രാജാവാകുവാൻ ഇച്ഛയില്ലെങ്കിൽ നീ സ്ഥിതി മനസ്സിലാക്കി ആ ചുമതല ഏറ്റെടുക്കണം. പിതാവേ, ഭ്രാതാവ് ശിവഭക്തിയിൽ നിന്ന് വിമുഖനാകില്ല എങ്കിൽ ഇളയവനായ ഞാൻ, മൃദുല ഹൃദയനായ ഞാൻ ശിവഭക്തി വെടിഞ്ഞ് എങ്ങനെ ജീവിക്കും? ക്ഷമിക്കണം പിതാവേ. ഇങ്ങനെയൊരു പുത്രനോ സ്വന്തം പിതാവിന്റെ ആജ്ഞ മാനിക്കുവാൻ തയ്യാറില്ലാതെ? എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കോ, നിന്റെ ഈ ശാഠ്യം എന്റെ തീരുമാനം മാറ്റുന്നതല്ല. ഞാനും ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞു. ഞാൻ എന്റെ രാജപദം ത്യജിച്ച് വനത്തിൽ പോകും. അങ്ങനെ രാജ്യത്ത് അരാജകത്വം വന്നാൽ അതിന്റെ സകല ഉത്തരവാദിത്വവും നിനക്കായിരിക്കും. അതിന് കാരണം നീയാകും. അതിനുത്തരം പ്രജകൾ നിന്നോട് ചോദിക്കും. നിന്നോട്. അങ്ങ് കുപിതനാകരുത് പിതാവേ. ജ്ഞാനികൾ പറയുന്നു, ക്രോധം കൊണ്ട് ഒന്നും നേടാനാകില്ല, സ്ഥിതി മോശമാവുകയുള്ളൂ. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് ഞാൻ രാജസിംഹാസനത്തിൽ ഇരുന്നാൽ പോലും എന്റെ ദേഹം അവിടെ ഉപസ്ഥിതമായിരിക്കും. പക്ഷെ എന്റെ മനസ്സ് എപ്പോഴും ശിവന്റെ ധ്യാനത്തിൽ മുഴുകിയിരിക്കും. അതിലെന്തു ഗുണം? അപ്പോൾ ഞാൻ എന്തു ചെയ്യും? നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങളുടെ ഭക്തി ത്യജിക്കാനാകില്ല. രാജ്യഭാരം ത്യജിക്കാതെ എനിക്ക് ജീവിക്കാനാകില്ല. പിന്നെ പ്രജകൾ എന്തു ചെയ്യും? പ്രജകളെ ആര് സംരക്ഷിക്കും? ആരവരെ നിയന്ത്രിക്കും? പ്രജകൾക്ക് സ്വയം ഭരിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം പിതാവേ. അവർ സ്വയം സംരക്ഷിക്കും. എന്താണ് പറഞ്ഞത്? പ്രജകളുടെ പ്രതിനിധികളെ രാജ്യഭാരമേൽപ്പിച്ച് ജനായത്ത ഭരണത്തിന്റെ നവീന പരമ്പര ആരംഭിക്കണം. രാജാവും ഭരണവും ഏൽപ്പിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് പ്രജകൾ മുക്തരാകട്ടെ. പ്രജകൾക്ക് രാജാവ് മൂലം കഷ്ടമെന്നോ? വിധാത സാക്ഷിയാണ്. നാം നമ്മുടെ പ്രജകളെ സ്വന്തം മക്കളെ പോലെ കരുതി എപ്പോഴും അവരെ കഷ്ടത്തിൽ നിന്ന് ദൂരെ നിർത്താൻ പ്രയത്നിച്ചു വന്നു. അങ്ങ് അങ്ങയുടെ വിചാരവും കർമ്മവും പ്രകടിപ്പിക്കുന്നു. പക്ഷേ മഹാരാജൻ, അങ്ങയുടെയും പ്രജകളുടെയും മധ്യേ രാജ്യവ്യവസ്ഥയിൽ മറ്റനേകം രാജസേവർ നിലകൊള്ളുന്നു.
അവർ പ്രജകളെ പുത്രരായി കാണുന്നില്ല. സർവ്വദോഷവും രാജാവ് ചുമത്തപ്പെടുന്നു. പ്രജകളുടെ പ്രതിനിധികൾ രാജ്യം ഭരിക്കുകയാണെങ്കിൽ ഗുണദോഷങ്ങളുടെ ഉത്തരവാദിത്വം പ്രജകളുടേതാകും. ഒരു പക്ഷേ ഭഗവാൻ ശിവശങ്കരന്റെ ഇച്ഛ അതായിരിക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ശാന്തരാകൂ, നിങ്ങൾ ശാന്തരാകൂ. യുവരാജാവ് ഇപ്പോൾ ആരാധനയിലാണ്. അദ്ദേഹത്തോട് പറയണം പ്രജകൾ കാണാൻ വന്നിരിക്കുന്നു എന്ന്. പറഞ്ഞില്ലേ കാണാൻ പറ്റില്ലെന്ന്. എന്തുകൊണ്ട് പറ്റില്ല? ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടേ പോകൂ. ഇതെല്ലാം എന്താണ് ജ്യേഷ്ഠ? പ്രജകളുടെ എതിർപ്പ്. നാം പിതാവിനെ എങ്ങനെയോ പറഞ്ഞു മനസ്സിലാക്കി, പ്രജാതന്ത്രത്തിന്റെ ഉപായവും പറഞ്ഞു കൊടുത്തു. പക്ഷെ പ്രജകൾ യുവരാജാ നാരായണൻ ജയിക്കട്ടെ, 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 യുവരാജാ നാരായണൻ ജയിക്കട്ടെ. പക്ഷെ പ്രജകളെ, യുവരാജാവായി ഞങ്ങൾ ആരും വാഴിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ? ക്ഷമിച്ചാലും രാജകുമാര, ഇതുവരെ ആരും അങ്ങയെ വാഴിച്ചിട്ടില്ലെങ്കിലും ഇന്ന് പ്രജകൾ തന്നെ അങ്ങയെ വാഴിക്കും. പക്ഷെ അതിന്റെ ആവശ്യം എന്താണ്? മഹാരാജൻ ജനകീയ ഭരണം ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഇച്ഛ പ്രജകളുടെ പ്രതിനിധികൾ രാജ്യകാര്യം നോക്കണം. ഇതുവരെ ഉണ്ടാകാത്തത് ഇനി എങ്ങനെ ഉണ്ടാകാനാ രാജകുമാരൻ? രാജഭക്തി ഞങ്ങളുടെ രക്തത്തിലുണ്ട്. അപ്പോഴെങ്ങനെ പ്രജകൾക്ക് സഹിക്കാനാകും രാജകുടുംബത്തിൽ നിന്നും അന്യരായവർ ഭരണം നടത്തുക? അതുകൊണ്ട് ഭരണം നിങ്ങൾ തന്നെ നടത്തണം. സ്ഥിതിഗതികൾ മനസ്സിലാക്കണം സുഹൃത്തെ. ഞങ്ങളുടെ ജീവിതം ശിവാരാധനയ്ക്ക് സമർപ്പിച്ചതാണ്. മോഹമായയിൽ പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഏതു പ്രകാരം അങ്ങ് രാജകുമാരനായിട്ട് കൂടി ഭരണമോഹത്തിൽ പെടാൻ ഇച്ഛിക്കുന്നില്ലയോ, അപ്രകാരം ഞങ്ങൾ പ്രജകൾ രാജഭക്തരായവർ ജനായത്തത്തിന്റെ അജ്ഞാത മാർഗത്തിൽ ചരിക്കാനും ഇച്ഛിക്കുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചേ മതിയാവൂ. അത് സംഭവ്യമല്ല. എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നേയില്ല. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഒന്നും പോകില്ല. ഞങ്ങൾ ജലപാനം കൂടി ചെയ്യുകയില്ല. സുഹൃത്തെ, നിർബന്ധിക്കരുത്. ഞങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ദിവസം സമയം തരും. ഞങ്ങൾ ശിവന്റെ ആജ്ഞയും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാം. തീർച്ചയായും. തീർച്ചയായും. ശരി, തീർച്ചയായും. ഓം നമഃ ശിവായ. ഇനി എന്ത് ചെയ്യണം സഹോദര? എന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല നര. ഭ്രാതാവേ, വ്യക്തിയുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ ജഗത്തിൽ ആരെയാണ് വിശ്വസിക്കാനാകുക? ഈ സംഘർഷപരമായ സ്ഥിതിയിൽ നീ തർക്കശാസ്ത്രം തുറന്നു വെച്ചിരിക്കുകയാണോ? എന്തെങ്കിലും ഉപായം ആലോചിക്കൂ. വിധാതാവ് ചിന്തിക്കേണ്ട കാര്യം മുതിർന്നവർക്ക് വിട്ടിരിക്കുന്നു. അതിനാൽ ചിന്തിക്കുന്ന കാര്യം അങ്ങ് ചെയ്യണം. എന്റെ അഭിപ്രായം നമുക്ക് ഹിമാലയത്തിന്റെ വിദൂര ശൃംഖലകൾ തേടിപ്പോകാമെന്നാണ്. ആരും നമ്മെ അന്വേഷിച്ചു വരാത്തയിടത്ത്. ഉത്തമം, അതി ഉത്തമം. ഞാൻ പ്രജകൾക്കായി ഒരു സന്ദേശം എഴുതിയിട്ടുണ്ട്. പിന്നീട് തോന്നി അതുകൊണ്ട് വിശേഷിച്ച് ഒരു ഗുണവുമില്ലെന്ന്. ഇപ്പോൾ തോന്നുന്നു അത് ഉപയോഗപ്പെടുമെന്ന്. എവിടെയാ സന്ദേശം? എന്താണ് എഴുതിയിരിക്കുന്നത്?
ഊർജപത്രത്തിലാണ് എഴുതിയിരിക്കുന്നത്. പ്രജകളെ സംബോധന ചെയ്ത് എഴുതിയിരിക്കുന്നു. കേട്ടോളൂ. പ്രിയ ജനങ്ങളെ, ഭഗവാൻ ശിവശങ്കരൻ ജഗത് പാലകനാണ്, ദേവാദിദേവനാണ്. അദ്ദേഹത്തോട് വിമുഖത കാണിക്കുക ഒരിക്കലും സംഭവ്യമല്ല. നിങ്ങളും ഭഗവാനെ ശരണം പ്രാപിച്ച് പ്രജാ താല്പര്യം മുൻനിർത്തി പ്രവർത്തിച്ചാലും അതാണ് എല്ലാവർക്കും നല്ലത്. ശിവൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കും. നരൻ നാരായണൻ. നര, നീയല്ലേ പറഞ്ഞത് വിധാതാവ് ആലോചിക്കുന്ന പ്രവൃത്തി മുതിർന്നവർക്ക് നൽകിയെന്ന്? ആ സത്യം ഇപ്പോൾ തെറ്റിയിരിക്കുന്നു. ഒരു നവീന സത്യം പ്രകടമായിരിക്കുന്നു. വിഷമങ്ങളിൽ നിന്ന് കരകയറാനും കരകയറ്റാനും ഇളയവർക്കേ ആകുമെന്ന്. നടക്ക്, വേഗം വേണം. ഇനിയും എന്തു വേഗമാണ് ഭ്രാതാവേ? ഇത്ര ബുദ്ധിപൂർവമായി പ്രവർത്തിച്ചതിനു ശേഷം ഈ അജ്ഞത കലർന്ന ചോദ്യം എന്തുകൊണ്ട് നര? സമയം രാത്രിയാണ്. നാം പ്രജകൾക്കായി സന്ദേശവും എഴുതിവെച്ചു. നിശബ്ദമായി സ്ഥലം വിടാം, നമ്മുടെ കർത്തവ്യത്തിനായി. ഉദ്ദേശ്യം ഉത്തമമാണ്. ഉത്തമ ഉദ്ദേശ്യം പ്രാവർത്തികമാക്കാൻ വിളംബമരുത് നര. ഈ സന്ദേശം ഭഗവാൻ ശിവന്റെ ചരണങ്ങളിൽ സമർപ്പിക്കാം. പ്രഭാതത്തിൽ അത് പ്രജകൾക്ക് ലഭിക്കും.